അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ചെമ്മീൻ കറി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് വേണ്ടത് തക്കാളി, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പിൻ്റെ ഇല എല്ലാത്തിലും ഇടുന്ന പോലെ തന്നെ. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി വരുമ്പോൾ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ഇടുക, നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതൊരു ബ്രൗണിഷ് കളറാണ് വരെ വെയിറ്റ് ചെയ്യുക. ബ്രൗണിഷ് കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മുടെ സവോള ഇടുക, അതിൻ്റെ കൂടെ കുറച്ച് മുളക് ഇടുക, അതിന് ശേഷം വേപ്പിൻ്റെ ഇല ഇടുക, നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. അതിന് മുമ്പ് കുറച്ച് ഉപ്പിടുക, അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് വഴണ്ട് കിട്ടും. അടച്ച് വയ്ക്കുക, കുറച്ച് കഴിയുമ്പോൾ തുറക്കുക. ഒരു 5 മിനിറ്റ് എടുക്കുള്ളൂ ഏകദേശം. ശേഷം തക്കാളി ഇടുക, വീണ്ടും വഴറ്റുക, എന്നിട്ട് അടച്ച് വയ്ക്കുക. തക്കാളി ഒന്ന് വഴണ്ട് വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. ആ സമയം കൊണ്ട് നമുക്ക് 2 തക്കാളി എടുത്തിട്ട് അത് മുറിച്ച് നമുക്കത് മിക്സിയിലിട്ട് ജാറിലിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് എന്നിവ ഇട്ട് ഇതൊരു മിക്സാക്കി എടുക്കണം. നല്ല മിക്സായിട്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം കണ്ടോ, തക്കാളി നല്ല അടിപൊളിയായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കുടംപുളി ഓൾറെഡി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു, അപ്പോൾ അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂടുവെള്ളത്തിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആവട്ടോ. അത് ഇടുക. അതിന് ശേഷം നമ്മുടെ മിക്സ് ഉണ്ടല്ലോ അതങ്ങോട്ട് ഒഴിക്കുക. വളരെ സിമ്പിളാണ്. അതിന് ശേഷം ഒന്ന് തിളക്കണ വരെ വെയിറ്റ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ ചെമ്മീൻ എടുക്കുക, അങ്ങോട്ട് പൂശുക. ഓക്കെ. അതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കുക. ഒരു 10 മിനിറ്റ് സാധനം സെറ്റ് ആയിട്ടുണ്ടാവും. തുറക്കുക, നന്നായിട്ട് തിളക്കുന്ന കാണാം. അപ്പോൾ കുറച്ച് ഓയിലെടുത്തിട്ട് അതിൽ നമുക്ക് കാച്ചാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയോ ചുവന്നുള്ളി എന്ത് വേണമെങ്കിൽ ഇടാം. പിന്നെ നമ്മുടെ കറിവേപ്പില, ഇല്ലാത്തൊരു പരിപാടി ഇല്ല. കറിവേപ്പില ഇടുക. സെറ്റായി വരുമ്പോൾ അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ചെമ്മീൻ കറി റെഡി. ബാക്കാലോ. ആണ്ടാ സെറ്റല്ലേ.